ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മൊബൈൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. എനിക്ക് ഹെൽപ്ഫുള്ളായ ഒരു കാര്യം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു. ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടും. കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തതിൽ പിന്നെ ഞാൻ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ക്ഷീണം കാരണവും എൻ്റെ മുറിയിൽ തന്നെയാണ് ഞാൻ കൂടുതലും ചിലവഴിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം മൊബൈലിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോൾഡർ പെയിൻ, കണ്ണിന് ഇറിറ്റേഷൻ, കൈക്ക് വേദന, കൈയുടെ കഴലയൊക്കെ എടുത്തു കളഞ്ഞതാണ്. അതുകൊണ്ട് കൈകൊണ്ട് മൊബൈൽ കുറച്ചു നേരം പിടിക്കുമ്പോൾ തന്നെ കൈക്ക് നീരും വേദനയും കൂടും. ആ സമയത്ത് എനിക്ക് ഹെൽപ്ഫുള്ളായത് ഈ പ്രൊഡക്റ്റാണ്. ഇതിങ്ങനെ കഴുത്തിലിട്ട് മൊബൈൽ ഇവിടെ വെച്ച് കാണാം. കൈകൊണ്ട് പിടിക്കേണ്ട ആവശ്യമില്ല. നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ നടന്നുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അത്യാവശ്യം മൊബൈൽ ഇങ്ങനെ വെച്ച് ഇതുപോലെ താഴെ ഷൂട്ട് ചെയ്യേണ്ടത് നമുക്ക് ആരുടെയും സഹായമില്ലാതെ ഷൂട്ടും ചെയ്യാം. ഇത് ഏത് രീതിയിലും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ മൊബൈൽ കണ്ട് ഉറങ്ങിപ്പോയി അത് താഴെ വീണ് മൊബൈൽ കേടാകാനും ഗ്ലാസ് പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അതിനും ഇത് നല്ലൊരു സൊല്യൂഷനാണ്. ഇതിന് ഏകദേശം 240 രൂപയാണ് വില വരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പേര് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ ഈ കണ്ണടയും ഈ സമയത്ത് എനിക്ക് ഹെൽപ്ഫുള്ളായ പ്രൊഡക്റ്റാണ്. ഇത് പവർ ഗ്ലാസ് അല്ല, മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ മൊബൈൽ കുറച്ച് നേരം നോക്കിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊന്നും ക്ലിയറായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.